കടമ്പു കാട്ടിലെ ചന്ദന കട്ടിലിലോ ചെമ്പരത്തി പൂവേ ചൊല്ല് ദേവനെ നീ കണ്ടോ അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണരഥഘോഷം ചെമ്പരത്തി പൂവേ ചൊല്ല്. ഓക്കേ. ചേച്ചി എന്നെ വായിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല. എന്ത് പറ്റി അന്ന് അങ്ങ് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. ഇനി നമ്മൾ മൂഡ് ഓഫ് ആവില്ല. നമ്മൾ തന്നെ സന്തോഷം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കണം. മനസ്സിലായോ? ചേച്ചി ഓ വയ്യ, വോമിറ്റിംഗ് ആയിരുന്നു, ഭയങ്കര വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്നലെ ഫുള്ളും വോമിറ്റ് ചെയ്ത് രാത്രി ഒട്ടും ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്ത് പറ്റി അറിയില്ല, എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല. അതാ ഞാൻ മ്യൂട്ട് അടിച്ചിട്ട് ഞാൻ പോയത്. പിന്നെ ആകെ എന്നാലും ഞാൻ മോളോട് പോയിട്ട് പറഞ്ഞു എനിക്ക് ഇത്തിരി കാപ്പി ആറ്റിത്താന്ന് പറഞ്ഞു. അങ്ങനെ കാപ്പി അവൾ ആറ്റിക്കൊണ്ട തന്നു. അറിയില്ല, ഇന്നലെ തുടങ്ങിയിട്ടുണ്ട്. എന്താന്നുള്ള ഫുഡ് എന്തെങ്കിലും പുറത്തുനിന്ന് കഴിച്ചോ? ഒന്നും പുറത്തുനിന്ന് കഴിച്ചിട്ടില്ല. വീട്ടിലുണ്ടാക്കുന്ന തന്നെ കഴിക്കാറില്ല. പുറത്തുനിന്ന് നമ്മൾ കഴിക്കാൻ ഞാനോട്ട് പോകലുമില്ല. എവിടെയെങ്കിലും അങ്ങ് പോകുമ്പോക്കെ മാത്രം അല്ലാതെ. കുറച്ച് മെസ്സേജസ് വായിക്കട്ടെ. അപ്പോ ഞാനാണ് സ്മിതാന്ന് നമ്മളെ വിന്നിങ് സ്റ്റാർ പറയുന്നു. എഴുതി തരണോന്ന് നമ്മളെ ബ്രൗൺ ഗേൾ ചോദിക്കുന്നു. ആണോ ബ്രൗൺ എന്ന് ചോദിക്കുന്നു ഉഷ ചേച്ചി. വിന്നിങ് സ്റ്റാർ ജെയിൻ അടുത്താണെങ്കിൽ ഞാൻ എപ്പോ എഴുതിച്ചേനേന്ന് പറയുന്നു. ബ്രൗൺ ഭാഗ്യം, ഞാൻ രക്ഷപ്പെട്ടു സ്മിതയുടെ അടുത്ത് നിന്നെന്ന് നമ്മുടെ ബ്രൗൺ ഗേൾ പറയുന്നു. ചെമ്പരത്തി ഇടയ്ക്ക് അഗ്നി തലയിൽ ചൂടും എന്ന് നമ്മളെ വിന്നിങ് സ്റ്റാർ പറയുന്നുണ്ട്. ഒരു യക്ഷിപ്പാട്ട് പോരട്ടെ നമ്മളെ ബ്രൗൺ ഗേൾ പറയുന്നു. ചേച്ചി അത് കേട്ടിട്ട് ചിരിക്കുന്നു. ഇവിടെ ഞാനുള്ളപ്പോ യക്ഷി വേറെ വേണോ എന്ന് നമ്മുടെ വിന്നിങ് സ്റ്റാർ ചോദിക്കുന്നു. ബ്രൗൺ ഗേൾ ഡാൻസ് ഒക്കെ കളിക്കുന്നു. ഒരു യക്ഷി മതി കേറി പാടൂ എന്ന് ഉഷ ചേച്ചി പറയുന്നു. മനസ്സിലായില്ല. ആണോ സ്മിത? എപ്പോഴും കണ്ണാടി നോക്കണ്ട കേട്ടോ എന്ന് നമ്മുടെ ബ്രൗൺ ഗേൾ പറയുന്നു. ഉഷ ചേച്ചി ഹാർട്സ് തരുന്നു. യക്ഷി സുന്ദരിയാണ് എന്ന് നമ്മുടെ വിന്നിങ് സ്റ്റാർ പറയുന്നു. ബ്രൗൺ ഗേൾ സ്റ്റാർസും ഫ്ലവേഴ്സും ഡാൻസും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവൾ ഐസ്ക്രീം തിന്നു കാണുമെന്ന് നമ്മുടെ വിന്നിങ് സ്റ്റാർ പറയുന്നു. ആണോ? ഐസ്ക്രീം കഴിച്ചോ? ഐസ്ക്രീം വീട്ടിൽ കൊണ്ടുവന്നിട്ട് തന്നെ മാസങ്ങളായി. എപ്പോഴാ ചിലപ്പം സ്റ്റൊമക്കില് ഗ്യാസ് ഫോം ചെയ്താലും നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസി വരും. ഉണ്ടാവാൻ സാധ്യതയുണ്ടത്. അപ്പൊ കോഫി കുടിച്ചാൽ എങ്ങനെ? കോഫി കുടിച്ചാൽ ഗ്യാസ് മാറുമോ? ഭയങ്കര ഇറിറ്റേറ്റ് പോയല്ലേ. അപ്പൊ ഞാൻ ഇത്തിരി ചൂട് കാപ്പി കുടിച്ചാൽ ത്രോട്ടിനൊരു സുഖം ഉണ്ടാവുമല്ലോ എന്ന് കരുതി. കോഫി ഇപ്പൊ തോന്നണില്ല. ഞാന് സ്മിത യക്ഷി പാടട്ടെ അടുത്തതെന്ന് നമ്മുടെ ഉഷ ചേച്ചി പറയുന്നു. കേറുന്നോ ബ്രൗൺ? കേറുന്നോ ഉഷ കുട്ടിയെ? എന്നെ കൊലക്ക് കൊടുക്കല്ലേ എന്ന് പറഞ്ഞ് ചിരിക്കുന്നു വിന്നിങ് സ്റ്റാർ. പുതുമഴയായി വന്നോ നീ, പുളകം കൊണ്ട് പതിഞ്ഞോ നീ, ഒരേ മനസ്സായി നാം. ഉടലറിയാതെ ഉയരറിയാതെ അണയൂ നീ ജീവനായി വരൂ നിശാഗീതമായി. പുതുമഴയായി വന്നു നീ, പുളകം കൊണ്ട്